ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര സംഭവമായി യാതനിക്കുണ്ട് ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാതനിക്കുണ്ട് കാൽവഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനിൽ നിന്നും കാൽവഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനിൽ നിന്നും എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാതനിക്കുണ്ട് കൂട്ടം വിട്ടു പോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാതനിക്കുണ്ട് കൂട്ടം വിട്ടു പോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാതനിക്കുണ്ട് തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയും വീട്ടിലെത്തിക്കും തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയും വീട്ടിലെത്തിക്കും എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാതനിക്കുണ്ട് പാതയിൽ ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും യാതനിക്കുണ്ട് പാതയിൽ ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും യാതനിക്കുണ്ട് ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാതനിക്കുണ്ട് എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാതനിക്കുണ്ട് ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാതനിക്കുണ്ട് ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാതനിക്കുണ്ട് കാൽവഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനിൽ നിന്നും കാൽവഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനിൽ നിന്നും എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാതനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്മസിൻ്റെ കാലമാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ പിറന്ന നല്ല സുദിനം. സ്വർഗത്തിലെ വലിയ ആഘോഷം, സ്വർഗത്തിലെ വലിയ സന്തോഷം,
മാലാഖമാരും ദൂതന്മാരും സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് പാവപ്പെട്ട ജനത്തോട് പറയുന്നുണ്ട്, എൻ്റെ ദൈവത്തിന് സ്തോത്രം, സന്തോഷമില്ലാത്ത മനുഷ്യർക്ക്, സമാധാനമില്ലാത്ത മനുഷ്യർക്ക്, ആശ്വാസമില്ലാത്ത മനുഷ്യർക്ക്, സമാധാനം എന്തെന്നറിയാത്ത മനുഷ്യർക്ക് സ്വർഗം താഴേക്ക് ഇറങ്ങി വന്ന് കൊടുക്കുകയാണ്. ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്ക് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കും. ലൂക്കോസ് 2:10 വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. എക്കാലത്തും എല്ലാവരും എടുത്ത് ഉപയോഗിക്കുന്ന ഭാഗമാണ് ലൂക്കോസ് 2:10. സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം. അവിടെ വേർതിരിവ് ഒന്നുമില്ല. ഏത് മനുഷ്യനും, അവന് ക്രിസ്ത്യാനിയായിക്കോട്ടെ, വേറെ അക്രൈസ്തവരായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, രോഗമുള്ളവനായിക്കോട്ടെ, കടബാധ്യത ഉള്ളവനായിക്കോട്ടെ, ശിശുവായിക്കോട്ടെ, യൗവനക്കാരനായിക്കോട്ടെ, മധ്യവയസ്കനായിക്കോട്ടെ, മരണത്തെ പുൽകിക്കൊണ്ട് നിൽക്കുന്നവരായിക്കോട്ടെ, ആർക്കും കിട്ടുന്ന മഹാസന്തോഷം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൂതന്മാർ പറഞ്ഞൊരു കാര്യമാണ് ഈ മഹാസന്തോഷം. എൻ്റെ പ്രിയം വെച്ച സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ സമാധാനം കിട്ടിയോ? സന്തോഷം കിട്ടിയോ? ഈ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? സ്വർഗം പറഞ്ഞു മഹാസന്തോഷം എന്ന് പറഞ്ഞു. നമുക്കത് സന്തോഷമാണ്. എത്ര വറുതിയിലാണ് ഇന്ന് ഓരോ മനുഷ്യരും കഴിയുന്നത്. കാര്യം കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, അത് അല്പനേരത്തേക്ക് ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ക്രിസ്തു ജനിച്ചിട്ട് നമുക്ക് എന്ത് പ്രയോജനം? ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് ഞാൻ എന്ത് നേടി? ക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് എനിക്ക് എന്ത് കിട്ടി? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി? എന്താ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം മ്ലാനവതരായി സങ്കടപ്പെട്ട്, ഭാരപ്പെട്ട്, ആകുലപ്പെട്ട്, ടെൻഷൻ അടിച്ച് അനേകർ ജീവിതം മതിയാക്കുന്നു. അനേകർ സങ്കടത്തോട് ഈ മരണക്കടക്കിലേക്ക് നീങ്ങുന്നു. അനേകരെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ വലഞ്ഞുപോയ വലിയൊരു കൂട്ടമല്ലേ ഈ കാലഘട്ടത്തിൽ കാണുന്നത്. സകല മനുഷ്യരും ഭാരപ്പെട്ട് കഴിയുന്നു, സകല മനുഷ്യരും വേദനിക്കുന്നു. കൂട്ടായ്മയ്ക്ക് വരുന്നവർ പോലും അവരുടെ ഉള്ളിൽ വലിയ തീജ്വാല നിൽക്കുകയാണ്. ഭാരങ്ങളും ആകുലങ്ങളും ടെൻഷനും. എന്തേ കാര്യം? സ്വർഗം പറയുന്നു മഹാസന്തോഷമെന്ന്. ദൂതൻ പിന്നെയും പറയുന്നു, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ സമാധാനമുള്ളൂ. സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തിൻ്റെ പുത്രിക്ക് ലഘുവായി ചികിത്സിക്കുന്ന കാര്യമൊന്നുമല്ലേ പറഞ്ഞത്. സ്വർഗത്തിൻ്റെ സമാധാനം കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെ അല്ല, ലോകത്തിന് തരാൻ പറ്റില്ല. നിലനിൽക്കുന്ന സമാധാനം എൻ്റെ സമാധാനമാണ്. അത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അത് ഞാനാണ് നിങ്ങളുടെ സമാധാനം. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ, എന്നെ നിങ്ങൾ സ്വീകരിച്ചാൽ, എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം വേർതിരിച്ചാൽ, നിങ്ങളുടെ സമാധാനം കൊണ്ട് ഞാൻ നിങ്ങളെ നിറയ്ക്കും. എന്നാൽ സമാധാനം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ക്രിസ്തു ഇല്ല പ്രിയരെ, അതാണ് കാര്യം. ബാക്കിയെല്ലാം ഉണ്ട്. വേറെ പുസ്തകത്തിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു വാക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കർത്താവ് ജനിച്ച ദിവസം, അത്രയേ ഉള്ളൂ. അവൻ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു വന്ന ഒരു ദിവസം, ആ രാത്രി, അതാണ് മഹാസന്തോഷം എന്ന് പറയുന്നത്. ക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പ്രസൻ്റാണ് ക്രിസ്തു. ആ ശിശുവിനെയും കൊണ്ട് നാം എന്ത് നേടി? ആ ശിശു നമ്മളതിനെ വളർത്തുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ അതിനെ ചേക്കേറ്റുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ഈ ശിശു ഉണ്ടോ? ആ ശിശു വളരാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ? അവൻ ദൈവമാണ്. ഇവിടെ എന്താ പറയുന്നത്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. വളരെ കൃത്യമാണ് പറയുന്നത്. അവൻ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആർക്കും അവനെ സ്വീകരിക്കാം, ആർക്കും അവനെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ പുത്രനെ ആർക്കും സ്വന്തമാക്കാം. ഇത് പറയുമ്പോൾ ഞാൻ സങ്കടത്തോടെ ചോദിക്കട്ടെ, ഈ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടെന്ന് പറയും, പാപമുണ്ടെന്ന് പറയും. ഇന്ന് ജനങ്ങളെല്ലാം ചിന്തിക്കുന്നത് ക്രിസ്തുവും പാപവും ഒരുപോലെ ഹൃദയത്തിൽ വസിക്കുമെന്നാണ്. അയ്യോ, ഇതല്ലേ ഏറ്റവും വലിയ പോഷ്ക്. ഒരു കാരണവശാലും ദൈവവും അവൻ്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാചും കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കത്തില്ല.
നീ തീരുമാനിച്ചോളൂ. വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് പിശാചാരിക്കാം. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നിന്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിച്ചിരുന്നൊരു ദൈവമുണ്ടെന്നും ആ ദൈവം നിന്നെ അന്ത്യത്തോളം ഭൂമിയിൽ നടത്തി സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നുള്ള വചനം കേട്ടിട്ട് ഈ രക്ഷകനിൽ വിശ്വാസം വന്ന് ഈ പിശാചിനോട് തള്ളിപ്പറയാൻ നിനക്ക് എത്ര പേർക്ക് മനസ്സുണ്ട്? ഇന്നും പാപത്തിൻ്റെ പല വേരുകൾ അകത്ത് കിടക്കുന്ന ആരും അറിയാതെ ഈ യേശു ക്രിസ്തു ഉണ്ടെന്ന് പോഷ്കിൽ വിചാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇല്ല പ്രിയരെ, അങ്ങനെ ഹൃദയത്തിൽ വസിക്കുന്നവനല്ല യേശു. എൻ്റെ ഹൃദയം വെടിപ്പാക്കാനുള്ള അനുവാദം കൊടുത്താൽ അവന് വരും. ഹൃദയം വെടിപ്പായിട്ടല്ല അവൻ വരുന്നത്, ഹൃദയം വെടിപ്പാക്കാനാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് എൻ്റെ ഹൃദയം മോശമാണെന്ന് അറിയുന്നത്? എൻ്റെ ഹൃദയം വെടിപ്പാക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ നസ്രായനെ വിളിച്ചാൽ അവൻ ദേവാലയം ശുദ്ധീകരിച്ച പോലെ നാണ്യപീഠങ്ങളെയും പ്രാക്കളെയും എല്ലാം അവൻ തട്ടിത്തെറിപ്പിച്ച് ദേവാലയം ശുദ്ധീകരിക്കുന്ന ഒരുവനാണ്. എത്ര പേർക്ക് യേശുവിനെ ആഗ്രഹമുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് പറയേണ്ട, അവൻ ക്രിസ്തുവാണ്, അവൻ ദൈവമാണ്. നമുക്കറിയാം, ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? അപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നാ ചോദിച്ചു, പ്രവാചകനാണെന്നും ഏലിയാവാണെന്നും യോഹന്നാൻ സ്നാപകനാണെന്നും പലതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉടനെ ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഉടനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവ് സന്തോഷിച്ചു. കാരണം അത് പത്രോസും ദൈവം വെളിപ്പെടുത്തി കൊടുത്തൊരു മർമ്മമാണ്. ഈ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ചേക്കേറ്റണമെങ്കിൽ നിസ്സാരമൊന്നുമല്ല, ദൈവത്തിൻ്റെ വലിയൊരു കൃപയുണ്ടല്ലേ പറ്റുള്ളൂ. ഈ ലോകത്തിൽ കാണുന്നതിനെ എല്ലാം വിലപ്പെട്ടതാണ് ഇവനെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം വേണം. എൻ്റെ ഹൃദയം അതിനു വേണ്ടി വേർതിരിച്ചതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ലല്ലോ. ഞാനിവിടുന്ന് കടന്നു പോകുമ്പോൾ എൻ്റെ കുടുംബവും എൻ്റെ വീടും എൻ്റെ വാഹനവും ഞാൻ നേടിയതെല്ലാം ഇട്ടിട്ട് ഞാനങ്ങ് പോകും, സംശയമില്ല. എല്ലാവർക്കും അറിയാവുന്ന സത്യമല്ലേ? പക്ഷേ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ടോ ആരെങ്കിലും? ഹൃദയത്തിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞു കളയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹൃദയം ശുദ്ധീകരിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹൃദയം ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അവനെ കൊണ്ട് ഇതെല്ലാം ശുദ്ധീകരിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഒരു പാളെ ചിന്ത വരാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ഒരു നോട്ടം തെറ്റാൻ പാടില്ല, ഒരു വാക്ക് തെറ്റാൻ പാടില്ല, ഒരു മനോഭാവത്തെ തെറ്റു വരാൻ പാടില്ല, ആരെക്കുറിച്ച് ഒരു ഈർഷ്യയോ ദേഷ്യമോ മുഷിച്ചിലോ മുൻവിധിയോ വരാൻ പാടില്ല, ആരെയും വിധിക്കാൻ പാടില്ല. പാപം എന്ന് പറഞ്ഞ് ഒരു സാധനവും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ യേശു ഇറങ്ങിപ്പോവും. അവൻ അതിപരിശുദ്ധനായ ദൈവമാണ്. അവൻ ശുദ്ധീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം നമ്മളാണ്. കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ടല്ലോ, അവൻ ക്രിസ്തുവാണ്, അവൻ ദൈവമാണ്. ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ സ്വാതന്ത്ര്യമൊക്കെ പോവും, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ പോവും, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പോവും, എൻ്റെ മനോഭാവമൊക്കെ പോവും, എൻ്റെ ഈ ഭൂമിയിലെ വഴിപിഴച്ച സ്നേഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ പോവും. മനസ്സാണോ ഈ യൗവനകാലത്ത്? മനസ്സാണോ? പറ. എനിക്ക് മാനസാന്തരം കിട്ടി 22ാമത്തെ വയസ്സിൽ. അന്ന് എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, വേണോ, ഇപ്പം വേണോ? ഈ ലോകം തരുന്ന സന്തോഷങ്ങളെല്ലാം വിട്ടിട്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണോ വേണ്ടോ? എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. അപ്പം ഞാൻ എടുത്ത് തീരുമാനമുണ്ട്, വരുന്ന എന്തെങ്കിലും വരട്ടെ. അപ്പം നന്നായിട്ട് ജീവിച്ചെന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നും വരില്ലല്ലോ, മരണക്കിടക്കയിൽ സങ്കടപ്പെടേണ്ടി വരില്ലല്ലോ. അന്ന് ഞാൻ തീരുമാനിച്ചു, ഒന്നുകിൽ ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിക്കുക, അല്ലെങ്കിൽ നശിക്കുക. അല്ല, ഇടയ്ക്കുള്ളൊരു പരിപാടിയൊന്നുമില്ല. ഈ പരീക്ഷത്വമൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ ആർക്കും സ്ഥാനമില്ല. ഒരു പാപവും വരാൻ സാധ്യമല്ല. പാപം വരുന്നുണ്ടെങ്കിൽ യേശു സങ്കടത്തോടെ അവിടെ നിൽക്കുകയാണ്, ഒരു സമയം തരും. ആ സമയത്തിനുള്ളിൽ പാപം മാറ്റിയില്ലെങ്കിൽ അവൻ ഇറങ്ങിപ്പോകും. അത്രയേ ഉള്ളൂ കാര്യം, വേറെ കാര്യമില്ല. നമ്മൾ ആ പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. മാനസാന്തരപ്പെട്ട കാര്യത്തിൽ യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു, എനിക്ക് ആദ്യസ്നേഹം കിട്ടി, എനിക്ക് അങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി, എനിക്ക് സ്തുതിക്കാനും അവസരം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഹൃദയത്തിനകത്ത് യേശു കാണൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചതിക്കപ്പെട്ടു പോകരുത്. അവൻ ദൈവമാണ്. അവൻ വരുന്ന ദേവാലയം ശുദ്ധീകരിക്കാനാണ്, എന്നെ കഴുകാനാണ്, എന്നെ വെടിപ്പാക്കാനാണ്, എൻ്റെ സങ്കടത്തിൻ്റെ കാരണങ്ങൾ മാറ്റാനാണ്, എന്നെ അവനെ പോലെ ആക്കി തീർക്കാനാണ്, അവൻ്റെ ഇളയ സഹോദരനാക്കാനാണ്, അവൻ സ്വർഗരാജ്യത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കം കന്യയാക്കിക്കൊണ്ട് നിർത്താനാണ്, അവൻ്റെ മണവാട്ടിയാക്കാനാണ്. അതിൽ കുറഞ്ഞ ഒരു കാര്യം അവൻ ചെയ്യില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവൻ്റെ വിലയും നിലയും മനസ്സിലാക്കി ഇവനെ സ്വീകരിക്കാൻ എത്ര പേരുണ്ട്? സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. ആർഭാടത്തോടെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസ് ആഘോഷിച്ചിട്ട് കാര്യമൊന്നുമില്ല.
ക്രിസ്മസ് ട്രീയും അലങ്കരിച്ച് കേക്കും വലിയ ആഘോഷങ്ങളും കരോളും ഇതെല്ലാം പാടി ജീവനുള്ള ദൈവത്തെ തള്ളിക്കളയുന്ന വലിയൊരു സമൂഹത്തിന് മുമ്പിലാണ് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്ന ഓർക്കണം. ജീവനുള്ള ക്രിസ്തുവിനെ ഹൃദയത്തെ സ്വീകരിച്ച് ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ ദൈവസന്നിധിയിൽ കൊടുക്കുന്നതിന് പകരം ആഘോഷങ്ങൾ, യഹൂദൻ്റെ ന്യായപ്രമാണത്തിലെ യാഗം പോലെ ഇന്ന് ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് മാറിയിരിക്കുകയാണ്. എല്ലാ വേണ്ടാതിനോട് അടക്കുകയാണ്. എല്ലാം വേണ്ടാതിന് ക്രിസ്തുവിൻ്റെ പേരിൽ അതിപരിശുദ്ധനായ ദൈവത്തെ അശുദ്ധമാക്കിക്കൊണ്ട് വികലമാക്കിക്കൊണ്ട് ജാതികളുടെ ഇടയിൽ ക്രിസ്തു ഇങ്ങനെയൊക്കെ ഉള്ളവനാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഓരോരുത്തരും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആഘോഷമാണോ ക്രിസ്തുമസ്? ക്രിസ്തു പിറന്നു വന്നത് ഈ ആഘോഷിക്കാൻ വേണ്ടിയാണോ? എൻ്റെ ജീവിതത്തിൽ നിന്ന് പിശാച് വേരോടെ മാറിപ്പോകുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അവൻ ഇവിടെ പിറന്നു വന്നത് മരിക്കാനാണ്. അവൻ പിറന്നു വന്നത് എൻ്റെ പാപം ചുമക്കാനാണ്, എനിക്ക് വചനം തരാനാണ്, എൻ്റെ കരം പിടിക്കാനാണ്, എന്നെ നേർപാതയിൽ നടത്താനാണ്, വഴുവഴുപ്പിൽ വീഴാതെ കൊണ്ടുപോകാനാണ്, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കാനാണ്, എൻ്റെ നാവിൽ സ്തുതി തരാനാണ്, എൻ്റെ കരച്ചിൽ കേട്ടെൻ്റെ ഉയർച്ച തരാനാണ്. വേറൊന്നിനും യേശു ഇവിടെ വന്നിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം ഭൂമിയിൽ മനുഷ്യൻ തോക്കുന്ന വിഷയത്തിൽ ജയം തരാനാണ്. മനുഷ്യൻ തോക്കുന്ന ഒരേ ഒരു കാര്യത്തിലാണ്, പാപത്തിൻ്റെ മേൽ. സകല മനുഷ്യരും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, ആഠ്യത്യം ഉണ്ടായിരിക്കാം, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കാം, പണമുണ്ടായിരിക്കാം, പക്ഷെ തോക്കുന്നത് പാപത്തിലാണ്. ഈ ലോകത്തിലെ മാന്യതയുള്ള അനേകരുടെയും മോറൽ സൈഡ് വളരെ വീക്കാണ്. എന്തേ കാര്യം? യേശുവിന് സ്ഥാനം കൊടുത്തിട്ടില്ല, യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ല. ഈ പുൽക്കൂട്ടി പിറന്നവനെ സ്വന്തമാക്കി എടുക്കുന്നില്ല, എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ആട്ടിടയന്മാർ വന്നു, അവർ വന്നു നമസ്കരിച്ചു, വിദ്വാൻമാർ വന്നു പൊന്നും മോതിരം കുതിരക്കൊക്കെ കൊടുത്തു, അവരവിടെ വഴിക്ക് പോയി. അങ്ങനെ ഇട്ട് കളയാനുള്ളവനല്ല ബേത്ലഹേം പുൽക്കൂട്ടി കിടക്കുന്ന യേശു. അവനെ സ്വന്തമാക്കാൻ ആരും തയ്യാറായില്ല, അന്നും തയ്യാറായില്ല, ഇന്നും അനേകര തയ്യാറാകുന്നില്ല. ഈ പുൽക്കൂട്ടി പറന്നവനെ ആർക്ക് വേണം? എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ എനിക്കവനെ കൂടിയേ കഴിവുള്ള നിർബന്ധമുള്ള എത്ര പേരുണ്ട്? എന്നെ കഴുകാൻ അവൻ വേണം, അവൻ്റെ സാന്നിധ്യം എനിക്ക് വേണം, അവൻ എൻ്റെ കൂടെ കഴിയണം. എൻ്റെ ജീവിതയാത്രയിൽ അവനെ കൂടാതെ ഞാൻ പോകാൻ സാധ്യമല്ല. കന്യമാതാവ് പോലും 2-3 ദിവസം യേശുവിനെ കൂടാതെ ജീവിച്ചു. അതെൻ്റെ ജീവിതത്തിൽ പാടില്ല. എത്ര പേർക്ക് നിർബന്ധമുണ്ട്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവനാണ് ക്രിസ്മസ്, അവനാണ് മഹാസന്തോഷം ലഭിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു ക്രിസ്തു, രണ്ടാവിടെ പറഞ്ഞിരിക്കുന്നു രക്ഷകൻ. എന്ത് രക്ഷകനാ? പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, നിത്യനായുധയിൽ രക്ഷ തരാൻ, ആത്മീയ മരണത്തിന് രക്ഷ തരാൻ, ഈ പാതാളത്തിൽ രക്ഷ തരാൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. രക്ഷിച്ചിട്ട് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ രക്ഷയുടെ അനുഭവമുണ്ടോ? രക്ഷിക്കപ്പെട്ടെന്ന് നമ്മൾ പറയുന്നു. ഏതിൽ നിന്നാണ് രക്ഷ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങളുടെ ബന്ധനം അഴിഞ്ഞുവോ? നിങ്ങളുടെ കെട്ടുകൾ പൊട്ടിയോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഈർഷ്യയുണ്ടോ? ഇപ്പോഴും കോപമുണ്ടോ? ഇപ്പോഴും അസൂയയുണ്ടോ? ഇപ്പോഴും വാശിയും വൈരാഗ്യവും ഉണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ പ്രവൃത്തിയിൽ പാപമില്ലായിരിക്കാം, എന്നാൽ ഇതിൻ്റെ എല്ലാ അടിവേരുകളകത്ത് കിടക്കുകയല്ലേ. എന്നിട്ട് നാം ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എന്ത് പ്രയോജനം സഹോദരങ്ങളാ? ദൈവം ദുഃഖിക്കുകയല്ലേ? വാസ്തവമായി ആഘോഷങ്ങളെക്കാൾ ഉപരിയായി നിന്റെ ഹൃദയത്തിൽ യേശുവിന് നീ സ്ഥാനം കൊടുക്കുക. നിന്നിൽ പിശാചവകാശം പറയുന്നത് എന്തെല്ലാം വന്ന് കണ്ടുപിടിച്ച് അതിനോട് യാത്ര പറയുക, വെറുതെ ഉപേക്ഷിക്കുക. അവൻ സമാധാനത്തോടെ ഇറങ്ങി വരട്ടെ, അവൻ്റെ വേല ഇവിടെ നിർവഹിക്കട്ടെ. ക്രിസ്തു, കർത്താവായ ക്രിസ്തു, അവൻ കർത്താവാണ്, അവൻ അധികാരമുള്ളവനാണ്, അവൻ കർത്തൃത്വം നടത്തുന്നവനാണ്. എനിക്ക് ഏറ്റവും മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഈ ആത്മജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്തൃത്വം മുഴുവൻ അവന് കൊടുക്കണം. അവൻ എന്നെ ഭരിക്കണം. എനിക്ക് പിന്നെ അവകാശങ്ങളൊന്നുമില്ല. കാത് തുളച്ച് അടിമയപ്പോലാണ് പിന്നെ എൻ്റെ ജീവിതം. എനിക്കത് മനസ്സിലാകാൻ വലിയ പ്രയാസമായിരുന്നു. എൻ്റെ സ്വയം തകരുകയാണ്. വലിയ സ്വയത്തിൻ്റെ വ്യാപാരമുള്ളൊരു മനുഷ്യനായിരുന്നു ഞാൻ. ആ സ്വയം തകരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ക്രിസ്തു വരുന്നത് അവൻ അടിമപ്പെടാനാണ്, അവന് കീഴ്പ്പെടാനാണ്, അധികാരം അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാനാണ്, എൻ്റെ ജീവിതം മൊത്തമായി അവൻ്റെ കരങ്ങളിൽ കൊടുക്കാനാണ്. ഇത് അനേകർക്കത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അവർ പ്രകടമായ പാപത്തോടൊക്കെ യാത്ര പറയുന്നുണ്ട്, പാപം വരാതെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ സ്വയം എത്രയോ വലുതാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ പത്തി വിടർത്തി അങ്ങ് നിൽക്കും, കൊത്തിക്കളയും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതാണ് കർത്തൃത്വം എന്ന് പറഞ്ഞാൽ. അവൻ കർത്താവാണ്. കർത്താവായ അവൻ, രക്ഷിതാവായ അവൻ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവായ അവൻ
അവനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വല്ല പരിപാടിയുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് സമാധാനമില്ലാത്തത് ഈ ക്രിസ്തു അകത്തില്ലാത്തതുകൊണ്ട്. സമാധാനത്തിന് വേണ്ടി എല്ലാവരും ഓടി നടക്കുന്നുണ്ട്. കർത്താവായ യേശുക്ക് സമാധാനം തരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ 3 കാറ്റഗറിയാണ് പറഞ്ഞത്. അവൻ കർത്തൃത്വം നടത്താൻ വരുന്നവനാണ്, അവൻ രക്ഷിക്കാൻ വരുന്നവനാണ്, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. പറ്റുമോ? ഞാൻ വളരെ ചിന്തിച്ചാണ് ഞാൻ ഈ ആഴമേറിയ സമർപ്പത്തിലേക്ക് കടന്നു വന്നത്. എനിക്ക് വേണോ ഇത്? ഈ കാലഘട്ടത്തിൽ അനേകർ എങ്ങനെ ജീവിക്കുന്ന എനിക്കൊരു വിഷയമേ അല്ല. അതൊന്നും എന്നെ തൊടുന്ന വിഷയമല്ല. ഒരായുസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആ ദൈവം അവർക്ക് കാലാവധിയും കൊടുത്തിട്ടുണ്ട്. ആ കാലത്തിനുള്ളിൽ അവർ രൂപാന്തരപ്പെട്ടാൽ അവർക്ക് കൊള്ളാം, അവരുടെ കുടുംബത്തിനും കൊള്ളാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് ഒരല്പം ആശ്വാസം കൊടുക്കാൻ പറ്റിയാൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയം ഒന്ന് തണുപ്പിക്കാൻ പറ്റിയാൽ അതല്ലേ. അവൻ പറന്നു വന്നതും ക്രൂശിൽ പിടഞ്ഞു മരിച്ചതും എന്തിനു വേണ്ടി അത് മനസ്സിലാക്കി അതിന് എൻ്റെ ജീവിതം വിട്ടുകൊടുക്കുന്നതിലെ ഏറ്റവും വലിയ ഭാഗ്യം. അവൻ്റെ മേലാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വരുന്നത്. അവനാണ് സമാധാനം അനുഭവിക്കുന്നത്, അവനാണ് ആശ്വാസം അനുഭവിക്കുന്നവരാണ്. വാസ്തവത്തിൽ അവനാണ് ദൈവമായിട്ട് ബന്ധമുള്ളവൻ. അവൻ്റെ ജീവിതത്തിലാണ്, അവൻ്റെ വീട്ടിലാണ് ദൈവം തേജസ്സോടെ ഇറങ്ങി വരുന്നത്. നാം വായിച്ചല്ലോ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങളുടെ പട്ടിൽ ജനിച്ചിരിക്കുന്നു. എത്ര പേർക്ക് സാധിക്കും? ദൈവത്തിന് സ്തോത്രം. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവപ്രസാദമുള്ളവർക്കേ സമാധാനമുള്ളൂ. ഇങ്ങനെ ഇവനെ മാനിച്ച് അവനെ ഹൃദയത്തിൽ ചേക്കേറ്റി പിശാചിനോട് യുദ്ധം ചെയ്ത് അവനെ പ്രസാദകരമായ ശുദ്ധീകരണത്തിന് നടത്താൻ വിധേയപ്പെടുത്തി കൊടുക്കുന്നവർക്കാണ് സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ ഒന്ന് കുർബാന കൊണ്ടാലൊന്നും സമാധാനം കിട്ടുകയില്ല. ഒന്ന് വചനം കേട്ടാലൊന്നും സമാധാനം കിട്ടുകയില്ല. വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാൻ വിട്ടുകൊടുക്കണം. ക്രൂശിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് കാത്തിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരുന്ന ഓരോ പിശാചിൻ്റെ അവകാശങ്ങളും കണ്ടുപിടിച്ച് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് എല്ലാം കൊണ്ട് ഇറക്കി വെക്കണം. പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യെശയ്യാപ്രവചനത്തിൽ 9:6 പറയുന്നുണ്ട്, ആധിപത്യം അവൻ്റെ തോളിൽ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കേട്ട ഭാഗം തന്നെ പഴയ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ആധിപത്യം അവൻ്റെ തോളിൽ. അവൻ വരുന്നത് ആധിപത്യം പുലർത്താനാണ്, എന്നെ നയിക്കാനാണ്, നടത്താൻ. സ്വർഗത്തിലേക്കുള്ള പോകാനുള്ള വഴിയൊന്നും എനിക്കറിയാൻ പാടില്ല. അല്ല, ഞാൻ ആലോചിക്കാറുണ്ട്, കർത്താവ് രണ്ടാമത് വരുമ്പോൾ എങ്ങനെ പറക്കണേ? അല്ല, ഞാൻ മരണക്കിടക്കയിൽ മരിക്കാൻ പോവുകയാണ്, എന്നെ ആരാ കൊണ്ടുപോകണേ? ഇത് രണ്ടും അൺസർട്ടനിറ്റിയാണ്. നമുക്കറിയാം കർത്താവ് വരുമ്പോൾ ആകാശത്തിലേക്ക് പറക്കുമെന്നറിയാം. എങ്ങനെ പറക്കും? ആത്മനിറവില്ലാത്തവൻ എങ്ങനെ പറക്കും? എൻ്റെ ദൈവത്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ദൂതന്മാർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകും? ഈ ഭൂമി ജീവിക്കുന്ന കാലത്ത് ആ കാര്യം ഞാൻ നേടിയെടുക്കണ്ടേ? ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കണ്ടേ? ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടും കൊണ്ട് ദൈവത്തിന് എന്നോടൊരു കടപ്പാട് വരണ്ടേ? മകനെ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. ദൈവം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? നിന്റെ പേര് ഞാൻ തങ്കലിപികളിൽ ജീവൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നിന്റെ മരണക്കിടക്കയിൽ ഞാൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ദൈവം നിങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ടോ? ഇതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈ ശിശു ജനിച്ചത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാനാണ്, എന്നെ സമാധാനം കൊണ്ട് നിറയ്ക്കാനാണ്. ആധിപത്യം അവൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ അവൻ്റെ അധികാരമുള്ളവനാണ്, പിശാചിനെ ആട്ടി പുറത്താക്കാൻ കഴിവുള്ളവനാണ്, പിശാചിനെ ഫത്സിച്ചകറ്റാൻ കഴിവുള്ളവനാണ് ഭൂമിയിലെ ജീവിതത്തിൽ. എൻ്റെ ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അവൻ അത്ഭുത മന്ത്രിയാണെന്നൊക്കെ പറയും. അതെ, അവനസാധ്യമായ ഒരു കാര്യമില്ല. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ അധികാരമാണ്. അത്ഭുത മന്ത്രി, അവനൊരു വാക്ക് പറഞ്ഞാൽ എല്ലാം നടക്കും. എൻ്റെ ജീവിതത്തിൻ്റെ എന്തെല്ലാം ബന്ധനമുണ്ടെങ്കിലും, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുണ്ടെങ്കിലും ആ കുറവ് മാറ്റാനും ബന്ധനങ്ങൾ അഴിക്കാനും അവൻ അത്ഭുത മന്ത്രിയാണ്. അവനുള്ള കഴിവുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ വീരനാം ദൈവമാണ്. ഞാൻ ആരോടാണ് വാക്ക് പറഞ്ഞത്? ഞാൻ എൻ്റെ ദൈവത്തോടാണ്, സർവശക്തനായ ദൈവത്തോടാണ്. കർത്താവ്, എനിക്കിത് സാധിക്കുന്നില്ല, എൻ്റെ ഈർഷ എന്നെ വലയ്ക്കുന്നുണ്ട്, എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ എന്നെ ഈർഷ വലയ്ക്കുന്നുണ്ട്, ഇത് മാറ്റി തന്നേ പറ്റുള്ളൂ. ഒരു കാരണവശാലും ഒരു ദിവസം പോലും ഇനി അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഈർഷ വരാൻ പാടില്ല. നിൻ്റെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. അവനെ വീരനാം ദൈവമല്ലേ, സർവശക്തനാണെന്നൊക്കെ നമ്മൾ പറയും. എൻ്റെ ഈ പ്രശ്നം മാറ്റാൻ അവന് പറ്റുമോ? ഞാൻ അവന് പ്രവർത്തിക്കാൻ തക്കണം അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. വിശ്വാസത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് പറയണം, കർത്താവ്, എനിക്കിത് വേണ്ട, ഈ രസം എനിക്ക് വേണ്ട, നീ എൻ്റെ കരമൊന്ന് കിട്ടിയേ പറ്റുള്ളൂ. നടക്കില്ലെന്നാണ് പറയുന്നത്. ഇതാണ് വിശ്വാസത്തിൻ്റെ ഓരോ കയറ് പിടിച്ച് മുന്നോട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം.
നിത്യപിതാവ്, അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. ഏത് സമയത്തും കടന്നു ചെല്ലാൻ, ഏത് സമയത്തും ജോലി തിരക്കുള്ള സമയത്തും, വണ്ടി ഓടിക്കുന്ന സമയത്തും, കൃഷി ചെയ്യുന്ന സമയത്തും, ഉറങ്ങാൻ കിടക്കുമ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ എന്നും ആ സാന്നിധ്യം തരാൻ കൊതിക്കുന്നവനാണ്. അത്രമാത്രം സ്നേഹിക്കുന്നൊരു വ്യക്തി വേറെ ഇല്ല. എപ്പോൾ വേണേലും ചെല്ലാം, ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലാം. ദൈവത്തിന് സ്തോത്രം. സമാധാന പ്രഭു എന്നാണ് അവൻ്റെ പേര്. ഈ സമാധാനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ലോകം തരാത്ത സമാധാനം. ഞാനെന്തെല്ലാം ഈ ലോകത്തിൽ കാണുന്നുണ്ട്, അട്രാക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ കർത്താവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതെല്ലാം പിശാചിൻ്റെ കെണികളാണ്. അനേകരും നശിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനേകർ ബന്ധനത്തിൽ കഴിയുന്ന ഞാൻ കാണുന്നുണ്ട്. അനേകർ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്ന ഞാൻ കാണുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ദൈവം ഒരു ക്രിസ്തു ഇല്ലേ? ഒരു നല്ല പിതാവില്ലേ? ഈ ബന്ധനം അഴിച്ചു തരില്ലേ? നീ ആവശ്യക്കാരനായിട്ട് ചെന്നാൽ എൻ്റെ ബന്ധനം അഴിച്ചു തരും. ഇന്നലകളെ നോക്കാത്തൊരു നല്ല ദൈവം. ദൈവത്തിന് സ്തോത്രം. സമാധാനം കൊണ്ട് നിറയ്ക്കും. ലോകം തരാത്ത സമാധാനം, ലോകത്തിൻ്റെ ഒരു പ്രശ്നം വന്നാലും മാറിപ്പോകാത്ത സമാധാനം. അതാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എന്നെ നിങ്ങൾ സ്വീകരിക്കുക, എന്നെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, ഞാൻ വളരാൻ നിങ്ങളെ സമ്മതിക്കുക. എന്നെ നീ പാലൂട്ടി വളർത്തുക, എൻ്റെ ഹൃദയത്തിൽ വളർത്തുക. നിൻ്റെ ഹൃദയത്തിൽ എനിക്ക് അവയെ എതിരായി നിൽക്കുന്ന സകലനോട് നീ യാത്ര പറയുക. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 1:29 ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് അവിടെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാടാണ് എൻ്റെ പാപം വഹിക്കാൻ ഇറങ്ങി വന്നവൻ. സ്തോത്രം. പാപം മുഴങ്ങോട്ട് ഇട്ടുകൊടുക്കുക പ്രിയരെ. അവൻ നിങ്ങൾക്കായി കരുതുന്നു. പാപം ഇട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടോ? എത്ര നാളായി പാപത്തിൽ കഴിയുന്നു? പാപം ഇട്ടുകൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ട്? പിന്നെ വെളിപാട് പുസ്തകം കുരുളിറക്കപ്പെട്ട കുഞ്ഞാട്, വെളിപാട് പുസ്തകം 5:6 കുരുളിറക്കപ്പെട്ട കുഞ്ഞാട്, അറക്കപ്പെട്ട കുഞ്ഞാട്, എനിക്ക് വേണ്ടി മുറിവേറ്റ കുഞ്ഞാട്, എൻ്റെ പാപം മൂലം മുറിവേറ്റ കുഞ്ഞാട്. എങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ പാപം കാണുമോ? എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താനാണ് അവൻ ക്രൂശിക്കപ്പെട്ടതെങ്കിൽ ആ പാപം എന്തുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പിന്നെയും വളരുന്നു? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ പ്രിയപ്പെട്ടവരെ? പാപം വരാൻ സാധ്യമല്ല. യേശുക്രിസ്തു മരിച്ചത് സത്യമാണെങ്കിൽ, അവൻ്റെ രക്തത്തിന് വിലയുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ വരികയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു മണവാളൻ, ഈ കുഞ്ഞൊരു മണവാളനാണ്. നിഷ്കളങ്കകനിയാക്കി പിതാവായ ദൈവത്തിൻ്റെ സന്നിധി കൊണ്ട് നിർത്തുന്ന ആ മണവാളൻ്റെ മണവാട്ടിയാണ് ഞാൻ. എത്ര പവിത്രമായ ജീവിതം, എത്ര സന്തോഷകരമായ ജീവിതം. എൻ്റെ പ്രിയൻ, എനിക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്നവൻ, എനിക്ക് വേണ്ടി മരിച്ചവൻ, എനിക്ക് ജീവൻ തന്നവൻ, അവനെ ഞാൻ സ്നേഹിക്കും. അവന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ വേർതിരിക്കും. ക്രിസ്തു ഹൃദയത്തിൽ വളർന്ന് വലുതായി വരുന്ന ഞാനില്ല, അവൻ മാത്രമായി തീർന്ന മനോഹരമായൊരവസ്ഥ. ഇതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. രൂപാന്തരപ്പെട്ട ജീവിതം, ക്രിസ്തുവിനായി വേർതിരിക്കപ്പെട്ട ജീവിതം, പരിശുദ്ധ ജീവിതം, പാപമില്ലാത്ത ജീവിതം, ദൈവസാന്നിധ്യം അനുഭവിക്കും ജീവിതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുന്ദരമായൊരു ജീവൻ നിങ്ങളുടെ മുമ്പിൽ യേശു ക്രിസ്തു തുറന്നു വെച്ച് തരികയാണ്. ആര് സ്വീകരിക്കും? അവർക്ക് സമാധാനം കിട്ടും, അവർ സന്തോഷം അനുഭവിക്കും. ദൈവനാമം മാത്രം മഹത്വപ്പെടാനായിട്ട് ദൈവത്തിന് സ്തോത്രം.